നമസ്കാരം. കർണാടകയിലെ ഷിരൂരിൽ 10 ദിവസം മുമ്പ് അപ്രത്യക്ഷനായ അർജുന് വേണ്ടിയുള്ള പ്രാർത്ഥനകളൊക്കെ വിഫലമായെങ്കിലും അർജുൻ എന്ത് പറ്റി എന്നതിനെക്കുറിച്ചൊരു ധാരണയായതിൻ്റെ ആശ്വാസം നമ്മുടെ സമൂഹത്തിനുണ്ട്. സ്വാഭാവികമായും ഇത് കേരളീയ സമൂഹത്തെ മുൾമുനയിൽ നിർത്തി നമ്മുടെ ഒരു സഹോദരൻ, നമ്മുടെ ഒരു സഹപ്രവർത്തകൻ, നമ്മുടെ ഒരു സഹജീവി ദുരൂഹമായി അപ്രത്യക്ഷമാവുക, അദ്ദേഹം സഞ്ചരിച്ചിരുന്ന ഭീമാകാരനായ വാഹനത്തോടൊപ്പം സ്വാഭാവികമായും മലയാളികൾ ആശങ്കയോടെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയായിരുന്നു. രക്ഷാപ്രവർത്തനത്തിൻ്റെ തുടക്കത്തിൽ ഒരുപാട് പാളിച്ചകൾ ഉണ്ടായി എന്നത് സത്യമാണ്. അത് നമുക്ക് നിഷേധിക്കാൻ കഴിയുന്നതല്ല. ആദ്യ ദിവസം പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല. പിറ്റേ ദിവസമാണ് മണ്ണ് നീക്കുന്നതിനുള്ള ശ്രമങ്ങൾ പോലും ആരംഭിച്ചത്. പിന്നീട് പട്ടാളത്തെ വിളിക്കുന്നതൊക്കെ ദിവസങ്ങൾക്ക് ശേഷമാണ്. നാവികസേന വന്ന് ആദ്യം ഒരു അന്വേഷണം കഴിഞ്ഞു പോയി. അവർക്ക് ഈ ലോറി എവിടെ കിടക്കുന്നുണ്ട് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ദേശീയ ദുരന്ത നിവാരണ സേനയും കർണാടക പോലീസും ഒക്കെ പരാജയപ്പെടുന്ന കാഴ്ചയായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അർജുനെ സ്നേഹിക്കുന്നവർ ആശങ്കപ്പെട്ടു. മലയാള മാധ്യമങ്ങൾ ആശങ്ക ഏറ്റെടുത്തു. നമ്മുടെ അരുൺകുമാറിനെ പോലെയുള്ളവർ അവിടെ ചെന്ന് പോലീസിനോട് പൊട്ടിത്തെറിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി. ആ സാഹചര്യത്തിലാണ് അർജുൻ്റെ അമ്മയുടെ പത്രസമ്മേളനത്തിലെ വിവാദമായ പരാമർശമുണ്ടാകുന്നത്. പിതാവ് ഒരു പട്ടാളക്കാരനായിരുന്നു, പട്ടാളത്തിൽ നിന്നും ഇങ്ങനെയല്ല പ്രതീക്ഷിച്ചത് എന്ന വിവാദമായ പ്രസ്താവന അന്ന് അർജുൻ്റെ അമ്മ നടത്തു. പ്രത്യേകിച്ച് അർജുൻ്റെ വാഹനം നദിക്കുള്ളിൽ നിന്നും കണ്ടെത്തിയതോടെ കർണാടക പോലീസ് പറഞ്ഞിരുന്നത് അങ്ങനെയാണ് എന്നതടക്കമുള്ള വിമർശനങ്ങൾ ശക്തമായപ്പോൾ രക്ഷാപ്രവർത്തനത്തിൻ്റെ പേരിൽ വഴിതെറ്റിച്ച പല മലയാളികൾക്കെതിരെയും പല വ്യാജ രക്ഷാപ്രവർത്തകർക്കെതിരെയും മലയാളി നേതാക്കൾക്കെതിരെയുമൊക്കെയുള്ള വികാരം ശക്തമായപ്പോൾ സ്വാഭാവികമായും സൈബർ ആക്രമണത്തിൽ അർജുൻ്റെ അമ്മയും ഇരയാകുന്നു. വളരെ സങ്കടകരവും ഖേദകരവുമാണ് അർജുൻ്റെ അമ്മയെ വിമർശിക്കുന്നവർ ചെയ്യുന്നത് എന്ന് പറയട്ടെ. തൻ്റെ മകനെക്കുറിച്ച് ഒരു ധാരണയുമില്ല. പല ദിവസങ്ങളായിട്ടും രക്ഷാപ്രവർത്തനം കാര്യമായി നടക്കുന്നതായി കണ്ടെത്താനും കഴിയുന്നില്ല. സ്വാഭാവികമായും ഏതമ്മയ്ക്കും ഉണ്ടാവുന്ന വികാരം മാത്രമാണ് അർജുൻ്റെ അമ്മയും പ്രകടിപ്പിച്ചത്. ആ വികാരത്തെ നമ്മൾ മാനിക്കുകയാണ്. അതിൻ്റെ പേരിൽ മകൻ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു അമ്മയെ അധിക്ഷേപിക്കുന്നതും സൈബർ ആക്രമണം നടത്തുന്നതും അനുചിതമാണ് എന്ന് പറയട്ടെ. എന്നാൽ ഇപ്പോൾ അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വളർച്ച രൂപപ്പെട്ടിരിക്കുന്നു. അമ്മയെ സൈബർ ആക്രമണം നടത്തുക മാത്രമല്ല, പട്ടാളത്തെ അധിക്ഷേപിക്കാൻ അമ്മയുടെ കാതിൽ ചിലർ മന്ത്രിച്ചു എന്ന തരത്തിൽ ഒരു വീഡിയോ ക്ലിപ്പ് പരക്കുന്നു. കോഴിക്കോട്ടെ അർജുൻ്റെ അമ്മ പത്രസമ്മേളനം നടത്തുന്നു. മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കുന്നു. ആ സമയത്ത് അർജുൻ്റെ അമ്മയുടെ അടുത്തിരുന്ന ഒരു സ്ത്രീ അമ്മയുടെ ചെവിയിൽ എന്തോ മന്ത്രിക്കുന്നു. ആ മന്ത്രിക്കുന്നതിൻ്റെ ശബ്ദവുമായി ഇപ്പോൾ ആ വീഡിയോ പുറത്തു വരുന്നു. പട്ടാളത്തിനെ കുറ്റം പറയൂ, പട്ടാളം തിരിഞ്ഞു നോക്കിയില്ല എന്ന് ആക്ഷേപിക്കൂ എന്ന് ഒരു മാധ്യമ പ്രവർത്തക അമ്മയുടെ ചെവിയിൽ പറയുന്നു എന്ന തരത്തിലാണ് സോഷ്യൽ മീഡിയയിൽ അത് പ്രചരിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകളാണ് ഇതാണ് മാപ്രകളുടെ യഥാർത്ഥ സ്വഭാവം എന്ന തരത്തിൽ ഇത് പ്രചരിപ്പിക്കുന്നത്. വാസ്തവത്തിൽ വീഡിയോയിലുള്ള സ്ത്രീ മാധ്യമ പ്രവർത്തകയല്ല, അവർ പോലീസിൽ പ്രവർത്തിക്കുന്നു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ഇവർ ഈ അമ്മയുടെ സഹോദരിയാണ്, അതായത് അർജുൻ്റെ മാതാവിൻ്റെ സഹോദരിയാണ്. അവർ അങ്ങനെ ഒരു അഭിപ്രായമേ പറഞ്ഞിട്ടില്ല. അവർ ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ചില കാര്യങ്ങൾ അവർ പറഞ്ഞു കാണും. പക്ഷെ പട്ടാളത്തെ കുറ്റം പറയുമെന്ന് പറഞ്ഞിട്ട് ഒരു പക്ഷേ സൈന്യത്തെക്കുറിച്ച് കൂടി പറയാൻ പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷേ പട്ടാളത്തിൻ്റെ കുറ്റം പറയൂ എന്ന തരത്തിൽ അവർ പറഞ്ഞിട്ടില്ല. അത് ഡീപ്പ് ഫേക്കായി ആരോ ബോധപൂർവം എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. വളരെ കൃത്യതയോടുകൂടി മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് പറയുന്നതിനേക്കാൾ ശക്തമായി കേൾക്കുന്ന തരത്തിൽ ആ സംഭാഷണം എഡിറ്റ് ചെയ്ത് ചേർത്തതാണ്. അവരങ്ങനെ പറഞ്ഞിട്ടില്ല. അവർ മാധ്യമ പ്രവർത്തകയുമല്ല. വാസ്തവത്തിൽ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും ഇത്തരം സാഹിത്യങ്ങൾ ഏറെ പ്രചാരത്തിലാവാറുണ്ട്. പല സാധാരണ മനുഷ്യരും ഇതൊക്കെ ശരിയാണെന്ന് വിശ്വസിക്കുന്നു. സോഷ്യൽ മീഡിയയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടെങ്കിലും ഇത്തരം വാട്സാപ്പ് സാഹിത്യങ്ങൾ, ഇത്തരം വാട്സാപ്പ് തിയറികൾ പലപ്പോഴും പലരുടെയും ജീവിതത്തിൻ്റെ സ്വസ്ഥത കെടുത്താറുണ്ട്. പലപ്പോഴും ഇങ്ങനെ വരുന്ന പല വീഡിയോകളും പല സംഭാഷണങ്ങളും പൂർണ്ണമായും വ്യാജമായിരിക്കും. ചിലത് പ്രത്യേക സാഹചര്യത്തിൽ രൂപപ്പെട്ടത് മറ്റൊരു സാഹചര്യത്തിൽ പറയുന്നതാവാം. ചിലത് ആ സാഹചര്യവുമായി ഒരു ബന്ധവുമില്ലാത്ത, അതായത് ബംഗ്ലാദേശിലോ പാകിസ്ഥാനിലോ ഒക്കെ സംഭവിച്ചതാകാം, അല്ലെങ്കിൽ കർണാടകയിലോ ഉത്തർപ്രദേശിലോ ഒക്കെ സംഭവിച്ചതാകാം. അത് മലയാളത്തിൽ സംഭവിച്ചതാണ് അല്ലെങ്കിൽ ഇന്ത്യയിൽ സംഭവിച്ചതാണ് എന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്നതാവാം. ഈ സാഹചര്യത്തിൽ വേണം നമ്മൾ ഇതിനെ വിലയിരുത്താൻ. അതായത് ഈ വാട്സാപ്പ് സാഹിത്യവും സോഷ്യൽ മീഡിയ ജേർണലിസവും ഒക്കെ ഒരു പരിധി വിട്ട്
മനുഷ്യർ തമ്മിലുള്ള പകയ്ക്കും സ്പർദ്ധയ്ക്കും കാരണമാകുന്ന തരത്തിലേക്ക് പ്രചരിക്കാറുണ്ട്. ഇവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല, പക്ഷെ ഉണ്ടായി എന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്നു. ദയവായി ഇത്തരം അസത്യങ്ങളും അർദ്ധസത്യങ്ങളും പ്രചരിപ്പിക്കുന്നതിനൊന്നും മാറി നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇവിടെ അമ്മ പട്ടാളത്തെ കുറ്റം പറഞ്ഞു എന്നത് വാസ്തവമാണ്. പക്ഷെ അമ്മയുടെ അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ മകനെക്കുറിച്ചൊരു വിവരവുമില്ല, ഇന്ത്യൻ സൈന്യം എന്തുകൊണ്ട് ഇറങ്ങുന്നില്ല എന്നുള്ള ചോദ്യം അമ്മ ചോദിച്ചതിന് എങ്ങനെ കുറ്റം പറയാൻ കഴിയും? ഞാൻ ആ അമ്മയുടെ വികാരം പങ്കുവയ്ക്കുന്ന ആളാണ്. ആ അമ്മയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മകൻ കണ്ടിട്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായി അവിടെ രക്ഷാപ്രവർത്തനം നടത്താൻ കെൽപ്പുള്ള സൈന്യം ഇറങ്ങിയിട്ടില്ല. സൈന്യം വരേണ്ടതായിരുന്നു, സൈന്യം കണ്ടെത്തേണ്ടായിരുന്നു. വഴിതെറ്റിക്കുന്ന തരത്തിലുള്ള പല പ്രചരണങ്ങളും നടന്നു വന്നത് സത്യമാണെങ്കിലും ഇവിടെ അമ്മയുടെ വേദനയും ആശങ്കയും അത്ര വേഗത്തിൽ അവഗണിക്കാൻ കഴിയുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ അമ്മയെ സൈബർ ആക്രമണം നടത്തുന്നവർ അതിൽ നിന്ന് പിന്മാറണം. അതുപോലെ തന്നെ വ്യാജമായി പട്ടാളത്തെ കുറ്റം പറഞ്ഞു ഒരു മാപ്ര എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.